ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ ക്രമമായിട്ടുള്ള പഠനം തുടരുവാൻ ദൈവം നമ്മളോട് വലിയ കൃപ കാണിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ഒടുവിലത്തെ 3-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 4 വാക്യങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. ക്രമമായിട്ട് ഇത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഔട്ട്ലൈൻ ഞാനൊന്ന് പറയുമ്പോൾ എന്താണ് ആ അവസാന വാക്യങ്ങളിൽ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ആ സഭയിലുണ്ടായ ആ വലിയ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ അവിടുത്തെ സുവിശേഷ വേലയ്ക്കുണ്ടായ വലിയ തടസ്സങ്ങൾ നിമിത്തം അവിടുത്തെ പ്രശ്നങ്ങളെ ഓർത്തിട്ട് സഹിക്കാൻ കഴിയാത്ത മനോഭാരത്തോടിരിക്കുന്ന ഒരു ദൈവമനുഷ്യനെ നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിൽ കാണാം. ആ സഭ എങ്ങനെയാണ്, അവരുടെ ആത്മീയ വളർച്ച എങ്ങനെയാണ്, അവരെ സാത്താൻ പരീക്ഷിച്ചുവോ, അവര് കൃപയിൽ നിലനിൽക്കുന്നോ എന്ന് അറിയേണ്ടതിന്, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന്, അവരുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കേണ്ടതിനായി താൻ തിമോത്തിയോസിനെ തെസ്സലോനിക്കയിലേക്ക് അയക്കുകയാണ് 3-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ. അതിനുശേഷം തിമോത്തി അവിടെ നിന്ന് വളരെ ദൈവപ്രസാദകരമായ ഒരു റിപ്പോർട്ട് ആ സഭയെപ്പറ്റി അപ്പോസ്തലന്റെ അടുക്കൽ എത്തിച്ചപ്പോൾ അതിന് മറുപടി എന്നവണ്ണം ദൈവശ്വാസീയമായ ഒരു തിരുവെഴുത്ത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ എഴുതി അവർക്കൊരു ലേഖനമാക്കി അയക്കുന്നതാണ് അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 9-ാമത്തെ വാക്യം മുതൽ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവർക്ക് ലേഖനം എഴുതി അയക്കുക മാത്രമല്ല, ആ സഭയ്ക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷകനെ, ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് പൗലോസിനെ നമുക്ക് അവിടെ കാണാം. ആ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട 3 കാര്യമുണ്ട്. വിശ്വാസം സംബന്ധിച്ച് നിങ്ങളുടെ കുറവ് തീർക്കപ്പെടണം. 2, സ്നേഹത്തിൽ നിങ്ങൾ തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം, സുവിശേഷീകരണം, അതെല്ലാം ഞാൻ അന്ന് നന്നായിട്ട് പറഞ്ഞിരുന്നതായിട്ട് ഓർക്കുന്നു. ആ കാര്യത്തിലും അവരെ പ്രബോധിപ്പിക്കുന്നു. സ്നേഹത്തിൽ വളരണം, വിശ്വാസത്തിൽ വളരണം എന്ന് മാത്രമല്ല, നിങ്ങൾ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി, ഹൃദയത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് നിലനിൽക്കണം. ഇങ്ങനെ 3 വളരെ പ്രധാനപ്പെട്ട, ഏത് സഭയിലെ ശുശ്രൂഷകന്മാരും ഏത് ദൈവമക്കളും എല്ലാ കാലത്തും പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളെ അപ്പോസ്തലൻ ഏഥൻസിൽ ഇരുന്നു കൊണ്ട്, കൊരിന്തിലിരുന്നപ്പോഴാണ് ഈ റിപ്പോർട്ടുമായിട്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഇരുന്ന് ഈ ലോക്കൽ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ് 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ ഒരു പഠനവിധേയമാക്കാമെന്നാണ് വിചാരിക്കുന്നത്. വളരെ വിശദീകരണത്തിലേക്ക് പോകാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് കൂടുതൽ വാക്യങ്ങൾ ഇന്ന് അല്പാൽപ്പം വിശദീകരിക്കാം എന്ന് ഞാൻ വിചാരിച്ച് 8 വാക്യം നിങ്ങളുടെ മുന്നിൽ വായിക്കുന്നത്. സാധാരണ 2-3 വാക്യങ്ങളാണ് പൊതുവെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറായിട്ടുള്ളത്. കാരണം വാസ്തവത്തിൽ ഇത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4-ന്റെ 1-ഉം 2-ഉം 3-ഉം 4-ഉം അങ്ങനെ എല്ലാം ഡിവൈഡ് ചെയ്ത് വളരെ വിശദമാക്കേണ്ട നിരവധി കാര്യങ്ങൾ ആ വാക്യങ്ങൾക്കകത്തുണ്ട്. അത്രയും വൈഡറായിട്ട് പോയാൽ ഒരു അധികം കാലം ഈ ലേഖനമായിട്ട് തന്നെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകേണ്ടി വരും. അതൊഴിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും പ്രയോജനമുള്ളതുമായ ചില കാര്യങ്ങളെ ഞാൻ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഓടിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. 1-ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം, സഭയുടെ വളർച്ചയാണ്. എങ്ങനെയാണ് സഭ ഉണ്ടായത്, സഭ ജനിച്ച കാര്യം, ആ സഭയുടെ ആരംഭകാലം എങ്ങനെയായിരുന്നു, അതിനെപ്പറ്റിയാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിനകത്ത് ആ സഭയെ അപ്പോസ്തലനും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകന്മാരും എങ്ങനെയാണ് പോഷിപ്പിച്ചത്, അല്ലെങ്കിൽ ആ സഭ എങ്ങനെയാണ് ആത്മീയത്തിൽ വളർന്നത്, അതിനുവേണ്ടിയുള്ള ദൈവവചനത്തിൻ്റെ
ആ പ്രാധാന്യതയും ശുശ്രൂഷയുടെ ഇന്റഗ്രിറ്റിയുമാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 3-ാമത്തെ അധ്യായത്തിനകത്ത് അവര് ആ സഭയുടെ ആ പോഷണത്തെ പറ്റി മാത്രമല്ല, അവരറിഞ്ഞ വചനത്തിൽ ഉറച്ചു നിൽക്കണം, ഒരു കാരണവശാലും വേവർ ചെയ്ത് ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ആടി ഒലിയുന്നവരെ പോലെ ആകാതെ സ്ട്രോങ് ആയിട്ട് ദൈവവചനത്തിൽ നിൽക്കണം എന്നതാണ് 3-ാമത്തെ അധ്യായത്തിനകത്തെ തിമോത്തി അയക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ലേഖനം എഴുതി കൊടുക്കുന്നതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട പർപ്പസ് എന്നുള്ളത്. 4-ാമത്തെ അധ്യായത്തിനകത്ത് നാല് മാത്രമല്ല 4-5 ഇവിടെ ഫൈനലി ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞാണ്. ഒടുവിൽ എന്ന് പറഞ്ഞാൽ അവസാന കാര്യം പറയുക എന്ന അർത്ഥത്തിലല്ല, അവസാനത്തെ ഒരു സബ്ജക്റ്റ് അപ്പോസ്തലൻ പറയുകയാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 3 അധ്യായത്തിനകത്ത് അവര് ആ സഭയുടെ വളർച്ചയും അവർക്ക് നൽകിയ പോഷണം, അതിൽ നിലനിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് 4-5 കാര്യം ഒരു സാന്റിഫിക്കേഷനെ പറ്റി, പ്രോഗ്രസീവ് സാന്റിഫിക്കേഷനെ പറ്റി, തുടർന്ന് നടക്കണം എന്നതിനെ പറ്റി, മുന്നോട്ട് വളരണം എന്നതിനെ പറ്റിയാണ് നമ്മൾ 4:1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അവിടെ നടപ്പീൻ എന്നൊരു പദം കാണാം. നടക്കുക എന്നത് അപ്പോസ്തലൻ പീറ്ററും പറയുന്നുണ്ട്. ആ പദത്തിന്റെ അർത്ഥം ഡെയിലി കോണ്ടക്ട് എന്ന ഒരർത്ഥമാണ്. അതായത് ആ ബിഹേവിയർ, ദൈനംദിന സ്വഭാവം ആത്മീയ കാര്യങ്ങളിൽ, ആത്മീയത്തിൽ ദൈവവചനപ്രകാരം വർദ്ധിച്ചു വരണം എന്നതാണ് ആ നടക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിരുവഴുത്തിനകത്ത് നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ 4-ാം വാക്യം മുതൽ അതിൻ്റെ 5-ാമത്തെ വാക്യം വരെ അല്ലെങ്കിൽ 8 വരെ വായിച്ചിട്ട് ഞാൻ വിശദമാക്കാം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ വരെ വായിക്കുമ്പോൾ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും അനുദിനം വിശുദ്ധീകരണത്തിൽ വളർന്നു വരണം. അതിനുള്ളൊരു പ്രബോധനമായിട്ടാണ്. അതായത് ഇത്രയൊക്കെ അറിഞ്ഞാൽ പോരാ, ഈ അറിഞ്ഞ കാര്യങ്ങൾ പ്രാക്ടിക്കലാക്കി അനുദിനം ക്രിസ്തുവിൻ്റെ തലയോളം വളരണം എന്നതിൻ്റെ ആ അൾട്ടിമേറ്റ് പർപ്പസോടുകൂടിയാണ് ഈ 4-ാം അധ്യായം ഒരു അപ്പോസ്റ്റോലിക് കമാൻഡാണ്. യേശു കർത്താവിൻ്റെ കൽപ്പന നൽകുന്നത് തന്നെ അനുസരിക്കാനായിട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അപ്പോസ്റ്റോലിക് കമാൻഡായിട്ടാണ് 4-ാമത്തെ അധ്യായം മുഴുവൻ, 5-ാം അധ്യായവും അതിനകത്തെ ഇൻസ്ട്രക്ഷൻസ്, കമാൻഡ്സ്, അതിനകത്തെ ഇമ്പരേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി നൽകിയിരിക്കുന്നത് എന്ന കാര്യം മറന്നു പോകുന്നത്. 3-ാം അധ്യായത്തിൽ നിങ്ങൾ നിൽക്കണമെന്നാണ് പറയുന്നതെങ്കിൽ 4-ാം അധ്യായത്തിൽ ഫ്രം സ്റ്റാൻഡിങ് ടു വോക്കിംഗ്, നമ്മൾ ആ നിൽപ്പിൽ നിന്ന് അധികം മുന്നോട്ട് നടന്ന് കർത്താവിനെ പോലെ അധികം ആകണം എന്നതാണ് 4-ാം അധ്യായം മുതലുള്ള ആ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്നുള്ളത്. നമ്മളിവിടെ വായിച്ച
മൂന്നാം അധ്യായം വരെ തിയറി ആണെങ്കിൽ 4-ാം അധ്യായത്തിൽ തിയറി പ്രാക്ടിക്കൽ ആക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇവിടെ 4-ാം അധ്യായത്തിനകത്ത് നടക്കുക എന്നൊരു പദം നിങ്ങൾ കണ്ടോ. നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന്, ആ പദങ്ങളൊക്കെ നടക്കുക, നടന്നതുപോലെ അധികം വർദ്ധിച്ചു വരേണ്ടതിന്, ആ ക്രിസ്ത്യൻ കോണ്ടക്റ്റിൽ, നമ്മുടെ ക്രൈസ്തവികമായ ബിഹേവിയറിൽ അനുദിനം വളർന്ന് കർത്താവിനെ പോലെ അനുദിനമായിക്കൊണ്ട് അവന്റെ സ്വഭാവത്തോട് കൂടുതൽ കൂടുതൽ, അവന്റെ സാദൃശ്യത്തോട് കൂടുതൽ കൂടുതൽ അനുരൂപമായിക്കൊണ്ട് ജീവിതത്തിൽ, ആത്മീയത്തിൽ, കൃപയിൽ മുതിർന്നു വരണം എന്നതാണ് 4-ാമത്തെ അധ്യായത്തിന്റെ ആരംഭം മുതൽ തന്നെ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വിളിക്കുക അല്ലെങ്കിൽ വിളിക്കൊത്തവണ്ണം നടക്കുക, ആ നടപ്പ് എന്ന പദം പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് പൗലോസിന്റെ എഴുത്തുകളിൽ വളരെ അധികം തവണ ഈ ആത്മീയ വളർച്ചയോടുള്ള ബന്ധത്തിൽ കാണുന്നുണ്ട്. ഞാൻ ആ പദങ്ങളെ ഒന്നും, അതിൻ്റെ എല്ലാ വാക്യങ്ങളൊന്നും വിശദമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാര്യം അങ്ങനെ പോയാൽ വളരെയധികം സമയം ആ വാക്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടതായിട്ട് വരും. ചില വാക്യങ്ങളെ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കൊണ്ടുവരാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിനകത്ത് 4:1 ഒരു വാക്യം വായിക്കുന്നുണ്ട്. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം നടക്കണം. ഹോളി കോളിംഗ് ആണ്. അതുകൊണ്ട് നടപ്പും ഹോളി ആയിരിക്കണം എന്നതാണ് അതിൻ്റെ പ്രധാന അർത്ഥം. അവിടെ ആ പർട്ടിക്കുലർ കോണ്ടസ്റ്റിൽ മറ്റ് ചില കാര്യങ്ങളുടെ ഇൻക്ലൂഡ് ആണെങ്കിലും വിളി വിശുദ്ധമാകയാൽ നടപ്പും വിശുദ്ധമായിരിക്കണം. 4:17 എഫിഷ്യൻസ് തന്നെയാണ്, ജാതികളെ പോലെ നടക്കരുത് എന്ന് നമ്മൾ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന് 5:2 സ്നേഹത്തിൽ നടപ്പിൻ എന്ന് വായിക്കുന്നു. 5:8 വെളിച്ചത്തിലുള്ളവരായി നടപ്പിൻ എന്ന് വായിക്കുന്നു. അങ്ങനെ എഫെസ്യ ലേഖനത്തിൽ മാത്രമല്ല, കൊലോസ്യ ലേഖനത്തിനകത്തും മറ്റ് ലേഖനങ്ങൾക്കകത്തും പീറ്റേഴ്സിന്റെ റൈറ്റിംഗ്സിനകത്തും ഒക്കെ ഈ ഡെയിലി വോക്കിനെ പറ്റി അധികം ഉത്തരവാദിത്തത്തോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ സീരിയസ് ആണ്. നടപ്പെന്നുള്ളത് ഒരു പ്രോഗ്രസിനെ കാണിക്കുകയാണ്, മുന്നേറ്റത്തെ കാണിക്കുകയാണ്. അതിന് ഒരു ഉദാഹരണം നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് എടുത്താൽ, എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ എന്നീ കാര്യങ്ങൾ, എന്നീ അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ എന്നൊരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. മാനസാന്തരം, സ്നാനങ്ങളെ കുറിച്ചുള്ള അറിവ്, ഇങ്ങനെ ഈ അടിസ്ഥാനമായ ഈ എലമെന്ററി ടീച്ചിങ് പിന്നെയും പറയാതെ, അതിൽ തന്നെ നിൽക്കാതെ നമ്മൾ അവിടെ വായിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക എന്ന് അപ്പോസ്റ്റേറ്റ് ആയിട്ട് പോകാൻ നിൽക്കുന്ന ആളുകളോട് എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ അവരെ വാൺ ചെയ്ത് പ്രബോധിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക. അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ തൻ്റെ തന്നെ ഇന്റേണൽ ടെസ്റ്റിമണി പറയുന്നുണ്ട്. പിന്നിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട്, ആ പദങ്ങളിലൊക്കെ ഒരു പ്രോഗ്രസ് വേണം. ക്രിസ്ത്യ ജീവിതത്തിന് ഒരു അധ്വാനം വേണം, മുന്നോട്ട് യാത്ര വേണം. ഈ നിലയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 1:7 നാം വെളിച്ചത്തിൽ നടക്കണം എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ആകെ അർത്ഥം എന്നുള്ളത്, രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സാന്റിഫിക്കേഷനിൽ പ്രോഗ്രസ് ഉള്ളവരായി, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്ന നാം അവൻ്റെ സ്വഭാവത്തിൽ ഡെയിലി ലൈഫിൽ വളർന്നു വരണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഹാനോക്ക് നല്ലൊരു എക്സാമ്പിളാണ്. ദൈവത്തോട് കൂടെ നടന്ന് കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ നാട്ടിലേക്ക് പോയ ഒരു പഴയ നിയമ ഭക്തന്റെ ചരിത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലും വായിക്കുന്നുണ്ട്, എബ്രായ ലേഖനത്തിലും വായിക്കുന്നുണ്ട്. ഇതുപോലെ നാമും നടന്ന് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ടവരാണ് എന്ന ഒരു പ്രത്യാശയും ഒരു ഉത്തരവാദിത്വവുമാണ് ആ ഭക്തന്റെ ജീവിതം നമുക്ക് നൽകുന്നത്. നോക്കൂ, ഇവിടെ ഞാൻ ആ പദങ്ങളെ ഒന്ന് വിശദമാക്കാം. അതിനു മുമ്പ് ഈ അപ്പോസ്തലന്റെ അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ
വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഇവിടെ പോൾ ചെയ്ത ചില കാര്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 4ന്റെ 1 മുതൽ 12 വരെ ഒരു സെക്ഷനാണ്. ഒരു സെക്ഷനാണ്. 2ാം ഭാഗം അതിന്റെ 13 മുതൽ മറ്റൊരു കാര്യമാണ് അപ്പോസ്തലൻ പ്രധാനമായിട്ടും പറയുന്നത്. നോക്കൂ, ഈ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ക്ലാസ് കേട്ടവർക്കറിയാം, പോൾ ഇപ്പം ഏതൻസിലാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇപ്പൊ കൊരിന്തിലേക്ക് യാത്ര ചെയ്ത് കൊരിന്തിലാണ്. ഇതെല്ലാം ആ ഭാഗങ്ങളിലുള്ള പട്ടണങ്ങളാണെന്ന് നമുക്കറിയാം. അങ്ങനെ പോളിന് അവിടെ ചെല്ലാനായിട്ട് കഴിയത്തില്ല. പലവിധമായ ക്രൈസിസ് അവിടെ ഉണ്ട്. പക്ഷേ ആ ചുരുങ്ങിയ ആഴ്ചകളോ ചുരുങ്ങിയ മാസങ്ങളോ ആ അപ്പോസ്തലൻ ആ സഭയിലായിരുന്ന കാലഘട്ടത്തിൽ ഈ സഭയെ വളരെ ഗൗരവമായി ദൈവവചനം ഗ്രഹിപ്പിച്ചു കൊടുത്തു, ദൈവവചനം പഠിപ്പിച്ചു കൊടുത്തു, നന്നായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു എന്നതിന് തെറ്റിക്കൂടാത്ത തെളിവുകൾ ഈ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ കാണാനായിട്ട് കഴിയും. ചില പ്രയോഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താം. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ എന്ന് വായിക്കുന്നുണ്ട്. അതായത് ശുശ്രൂഷകന്മാർ അവിടെ ആയിരുന്നപ്പോൾ, തിമോത്തിയോസിനെ ദൈവത്താൽ അവിടെ അയച്ചപ്പോൾ, പോളും തിമോത്തിയും ശീലാസും അവിടെ ആയിരുന്ന കാലഘട്ടത്തിൽ ദൈവവചനം അവരെ ഗ്രഹിപ്പിച്ചിരുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇന്നത്തെ ശുശ്രൂഷകന്മാരോടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ഇന്നത്തെ ശുശ്രൂഷകന്മാർക്ക് എത്ര പേർക്ക് വഞ്ചന കൂടാതെ പറയാനായിട്ട് കഴിയും? ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ തിരുവെടുത്ത് നിങ്ങൾ നന്നായി ജീവിക്കേണ്ടതും ദൈവപ്രസാദകരമായി ജീവിക്കേണ്ടതും എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകിയിരുന്നു എന്ന് പറയാൻ, സത്യസന്ധതയോടെ പറയാൻ എത്ര പേർക്ക് കഴിയും എന്നൊരു ആത്മപരിശോധനയും ഈ സമയം നടത്തേണ്ടതാണ്. അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ. 2-ാം വാക്യത്തിനകത്ത് വീണ്ടും അതുപോലെ ഒരു പ്രയോഗം വായിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവരെ അറിയിച്ചിരുന്നു. 6-ാം വാക്യത്തിനകത്ത് ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ, ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ. 12-ാം വാക്യത്തിനകത്ത് ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ. ഈ പ്രയോഗങ്ങളൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വാസികളുടെ കൂടെ അപ്പോസ്തലനും തൻ്റെ ശിഷ്യന്മാരും കഴിഞ്ഞപ്പോൾ പ്രായോഗികമായ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ അവരെ പഠിപ്പിച്ചിരുന്ന കൊണ്ടാണ് ഈ ലേഖനത്തിനകത്ത് അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് എഴുതി ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ സാർവത്രിക സഭയ്ക്കും ലഭ്യമാകേണ്ടതിന് ആ അപ്പോസ്തോലിക് അതോറിറ്റിയിൽ എഴുതി നൽകിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന പദങ്ങളാണ്, ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ, നിങ്ങൾ അറിയുന്നുവല്ലോ, മുമ്പേ പറഞ്ഞതുപോലെ, ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ. സമയം വളരെ കുറച്ചു കാലമേ അവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും പ്രാക്ടിക്കലി എങ്ങനെ ജീവിക്കണമെന്ന് അവരോട് ദൈവവചനത്തെ അധീകരിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ 4-ാം അധ്യായത്തെ മുഴുവൻ നമുക്ക് 4 സബ് ഹെഡിങ്ങിൽ തിരിച്ചാൽ നമ്മുടെ പഠനം വളരെ എളുപ്പമായിരിക്കും. 4 സബ് ഹെഡിങ് 4ന്റെ 1 മുതൽ 8 വരെ വോക്ക് ഇൻ ഹോളിനെസ്, വിശുദ്ധിയിൽ നടക്കണം എന്നതാണ് പ്രബോധനം. 9ഉം 10ഉം വാക്യങ്ങൾ വോക്ക് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കണം. വോക്ക് ഇൻ ഹാർമണി അല്ലെങ്കിൽ വോക്ക് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കണം എന്നതാണ് 9ഉം 10ഉം വാക്യത്തിൽ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വോക്ക് ഇൻ ഓണസ്റ്റി, സത്യത്തിൽ നടക്കണം എന്നതാണ് നമ്മൾ ആ വേദഭാഗത്ത് കാണുന്നത്. വോക്ക് ഇൻ ഓണസ്റ്റി. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വോക്ക് ഇൻ ഹോപ്പ്, പ്രത്യാശയിൽ, വരാനുള്ള പ്രത്യാശയിൽ വേണം നമ്മൾ നടക്കാൻ. ഇത്രയും കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം. വിശുദ്ധിയിൽ നടക്കണം, സ്നേഹത്തിൽ നടക്കണം, സത്യത്തിൽ നടക്കണം, പ്രത്യാശയിൽ നടക്കണം. ആ നടക്കുക എന്നുള്ളത് ക്രിസ്ത്യൻ കോണ്ടക്റ്റ് ആണ്, ഡെയിലി കോണ്ടക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബിഹേവിയർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം
നമ്മൾ ഓരോ ദിവസവും വിശുദ്ധിയിൽ ജീവിക്കണം, ഓരോ ദിവസവും സത്യത്തിൽ ജീവിക്കണം, ഓരോ ദിവസവും സ്നേഹത്തിൽ ജീവിക്കണം, ഓരോ ദിവസവും പ്രത്യാശയിൽ ജീവിക്കണം. അനുദിനം ആ ക്യാരക്ടറിൽ നമ്മൾ വളർന്നു വരേണ്ടതിനാണ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത്, ആജ്ഞാപിക്കുന്നത്, ഗ്രഹിപ്പിച്ച് നമുക്ക് ഈ വാക്യങ്ങൾക്കകത്തൂടെ നൽകുന്നത്. വോക്ക് ഇൻ ഹോളിനെസ് ആണ് 4:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നമുക്കതിനെ എല്ലാ പദങ്ങളിലൂടെ ഞാൻ ആ പാസേജിൽ പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ആരംഭഭാഗം മാത്രം ഒരല്പം വിശദീകരണത്തിന് വിധേയമാക്കിയിട്ട് ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഇതിനകത്ത് ഈ വോക്ക് ഇൻ ഹോളിനെസ് എന്ന് പറയുമ്പോൾ ഇതിനൊരു ടോട്ടൽ കോണ്ടെക്സ്റ്റ്, ഇത് യൂറോപ്പിലെ സഭയാണ്. ഫിലിപ്പിയ, തെസലോനിക്ക, ബെരോവ, അത് യൂറോപ്പിലുള്ള സ്ഥലങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നത്തെ ആ യൂറോപ്യൻ കൾച്ചറിൽ പ്രോസ്റ്റിറ്റ്യൂഷനും ഫോർണിക്കേഷനും അഡൾട്ടറിയും ഒക്കെ വെരി കോമൺ ആണ്. അങ്ങനെയുള്ള ഈ വ്യഭിചാരം, അങ്ങനെ ആ നിലയിലുള്ള ഈ സെക്ഷൽ ഇമ്മോറാലിറ്റി, ഈ പാപങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു പട്ടണമാണ് തെസലോനിക്ക, അതുപോലെ ബെരോവ. ആ പട്ടണത്തിലെ സഭയോട് അങ്ങനെയുള്ള പാപത്തിലേക്ക് വീഴാതിരിക്കേണ്ടതിനാണ് പ്രഥമ ദൃഷ്ടിയാൽ ഈ ലേഖനത്തിന്റെ ഈ ഭാഗം എഴുതിയിരിക്കുന്നതിന് വൈഡർ അർത്ഥമുണ്ട്. ആ പർട്ടിക്കുലർ കോണ്ടസ്റ്റിൽ ശുദ്ധീകരണം, എന്തുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് പറയുന്നത് ദുർനടപ്പ് വിട്ടൊഴിയണം എന്നാണ് താഴോട്ട് നമ്മൾ വായിക്കുന്നത്. ആ നാട്ടിലെ ജാതികൾ ദുർനടപ്പിലൂടെയാണ് ജീവിച്ചിരുന്നത്. അന്നത്തെ യൂറോപ്യൻ ശൈലി അങ്ങനെയാണ്. ഇന്നത്തെ നമുക്കെല്ലാവർക്കും അറിയാം, അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുള്ള ഒരു ജീവിത ശൈലി അല്ല. പോളിന് വളരെ ഭയം ഉണ്ടായിരുന്നു. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, നിങ്ങൾ ഇപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ഉണ്ടോ? 3-ാം അധ്യായത്തിൽ നമ്മൾ ആ 5-ാം വാക്യമൊക്കെ വിശദീകരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആ പരീക്ഷണത്തിനകത്ത് ഈ ഇമ്മോറാലിറ്റിയും ഫോർണിക്കേഷനും ഒക്കെയാണ് അപ്പോസ്തലൻ പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. അങ്ങനെ പിശാച് ആരെയെങ്കിലും വഞ്ചിച്ചോ? അങ്ങനെ വഞ്ചിച്ചില്ല എന്ന് പിന്നീട് ബോധ്യമാവുകയും ഇനിയും ആരെയും ആ നിലയിൽ വഞ്ചിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് വളരെ തെളിച്ച് അതിൻ്റെ 3, 4, 5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു മറയും കൂടാതെ ദൈവസഭയിലെ ആളുകൾക്ക് നൽകുന്ന പ്രബോധനമാണ്. ജാതികളെ പോലെ കാമവികാരത്തിലല്ല, ശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ആ പാത്രം എന്നുള്ള സ്വന്തം ശരീരത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. കൂട്ടുകാരനെ അതിക്രമിക്കരുത്, ഒരു കാര്യത്തിലും ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത് എന്ന് പറഞ്ഞാൽ ഈ നിലയിൽ ആരെയും വഞ്ചിക്കരുത് എന്ന് ആ സഭയ്ക്ക് പ്രബോധനം നൽകുകയാണ്. ഇവിടെ വാസ്തവത്തിൽ ഈ 4-ാം അധ്യായത്തിനകത്ത് എന്തുകൊണ്ട് നാം വിശുദ്ധ ജീവിതം നയിക്കണം എന്ന ഒരു തീമിൽ ചിന്തിച്ചാൽ പല കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്താണ് വിശുദ്ധ ജീവിതം, എന്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണം, എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയുന്നത്, വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വായിച്ച 8 വാക്യത്തിനകത്തുണ്ട്. എല്ലാം ഞാനിപ്പോൾ പറഞ്ഞ ഔട്ട്ലൈൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഔട്ട്ലൈൻ വെച്ച് ഈ വേദഭാഗങ്ങൾ വായിച്ചാൽ അതിനെല്ലാം ഉത്തരം വളരെ സ്പെസിഫിക് ആയിട്ട് ഈ 8 വാക്യങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ഞാൻ ആ ഔട്ട്ലൈനിൽ അത്രയും 1, 2, 3 ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ആകത്തുക, ഇതൊരു പ്രാക്ടിക്കൽ വേദഭാഗമായതുകൊണ്ട് അതിൻ്റെ ഒരു ആകത്തുക പറയാം എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് നാം വിശുദ്ധ ജീവിതം നയിക്കണം? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവപ്രസാദം ലഭിക്കാനാണ് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. 1-ാം വാക്യത്തിൽ തന്നെ അത് വെരി ക്ലിയർ ആണ്. എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിലൂടെയാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്. എന്തിനാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകാനായിട്ടാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്. വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ 6 മുതൽ 8 വരെ ഉണ്ട്. അവിടെ അങ്ങനെയുള്ളവരെ വിധിക്കുന്ന ഒരു ന്യായാധിപൻ വരുന്നുണ്ട്. ഒരു ന്യായാധിപന്റെ മുന്നിൽ ശിക്ഷാവിധി അന്ന് ലഭ്യമാണ്. അതുണ്ടാകാതിരിക്കുക. ഞാൻ പറഞ്ഞ 3-4 കാര്യം എന്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണം. ഒന്നാമത്തെ കാര്യം ദൈവപ്രസാദം ലഭിക്കാൻ.
എങ്ങനെയാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്? അനുസരണത്തിലൂടെയാണ്. എന്തിനാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് വിശുദ്ധീകരണത്തിലൂടെ ജീവിക്കുന്നത്? ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വളരെ വിശുദ്ധമായിട്ട് ജീവിക്കാനുള്ള മറ്റൊരു കാരണം? ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഭയത്തോടെ വേണം ഇവിടെ ജീവിക്കാൻ, ഇല്ലെങ്കിൽ അപകടമാണ്, ന്യായവിധി ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് 8 വാക്യത്തിനകത്ത് നമ്മളോട് പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിച്ചിരിക്കുന്നത്. അതിനെ അല്പം ഒന്ന് വിശദമാക്കിയതിന് ശേഷം മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. 4:1 നോക്കിയ, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. അതായത് എക്സൽ സ്റ്റിൽ മോർ. ഇതുവരെയും ഇത്രയും നമ്മൾ തെസ്സലോനിക്ക സഭയെ പറ്റി പഠിച്ചപ്പോൾ മാതൃകാ സഭയാണ്, പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമുള്ള സഭയല്ല, പല നിലയിലും മാതൃകയാക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ കൂടുതൽ എക്സൽ ചെയ്യണം, കൂടുതൽ വർദ്ധിക്കണം. അതാണ് ഈ 4-ാം അധ്യായം. അത് 4:1 മുതൽ നിങ്ങൾ നടന്നതുപോലെ തന്നെ, അടുത്ത വാക്ക് കണ്ടോ, അധികം വർദ്ധിച്ചു വരേണ്ടതിന്. ഇതുവരെയും നിങ്ങൾ നടക്കുകയായിരുന്നു, പക്ഷേ എങ്ങും എത്തിയിട്ടില്ല. അധികം വർദ്ധിച്ചു വരേണ്ടതിന് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നതാണ് 4:1 വാക്യം നമ്മളോട് പറയുന്നത്. എങ്ങനെ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുക, എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? റോമാലേഖനം അതിന് ആ ഒരു കാര്യം അല്പം വിശദമായിട്ട് പറഞ്ഞിട്ട് വരാം. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, മറ്റൊരു കോണ്ടക്സ്റ്റിലാണെങ്കിലും ഞാൻ ആ പ്രിൻസിപ്പിൾ എടുക്കുകയാണ്. നാം നമ്മെ തന്നെ പ്രസാദിപ്പിക്കരുത് എന്ന് 15:1 വായിക്കുന്നുണ്ട്. 15:3, 15:2 മറ്റൊരു കാര്യമുണ്ട്. 15:3 ക്രിസ്തു തന്നെ പ്രസാദിപ്പിച്ചില്ല എന്ന് വായിക്കുന്നുണ്ട്. ഞാൻ ആ 2 വാക്യം കൂടെ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്താൽ, നമ്മളാരും നമ്മെ തന്നെ പ്രസാദിപ്പിക്കരുത്, നമ്മളാരും മറ്റുള്ളവരെയും ദൈവത്തെ കൂടാതെ പ്രസാദിപ്പിക്കരുത്. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ഈ വാക്യം പോലെയാണ്, ദൈവപ്രസാദം നമുക്ക് ലഭിക്കണം. അതായത് വേറെ ആരും പ്രസാദിച്ചില്ലെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇത് വാസ്തവത്തിൽ അപ്പോസ്തോലിക് കമാൻഡാണ്. 2-ാം വാക്യം കണ്ടോ, ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കാരണം 4:1 ഞങ്ങൾ നിങ്ങളോട് ഗ്രഹിപ്പിച്ചതാണ് ഈ കാര്യം എന്ന് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്, അപ്പോസ്തോലിക് കമാൻഡാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത്. മറ്റു മനുഷ്യരെ പ്രസാദിപ്പിക്കരുത്, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് മരിക്കുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുന്നു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഞാൻ പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞേക്കുന്നത്. ഇനിയും ആ ദൈവപ്രസാദം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ വളരെ പെട്ടെന്ന് ചില വാക്യങ്ങളുടെ സഹായത്തോടെ ഒരു വിശദീകരണം നൽകിയിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്? മറ്റ് ജാതികൾ ചെയ്യുന്ന പോലെ ദൈവത്തിന് പ്രസാദമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് കൊണ്ട് ദൈവപ്രസാദം ലഭിക്കുമോ? ഇല്ല. ആ ഒരു ടിപ്പിക്കൽ അർത്ഥത്തിൽ അത് അങ്ങനല്ല ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ തിരുവഴുത്തിനകത്തൂടെ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6:28 മുതൽ താഴോട്ട് വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതത്രേ. ആ വാക്യം തന്നെ വളരെയധികം സമയം പറയേണ്ടതാണ്. അതായത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ഒരുവനിൽ ആദ്യം ദൈവം പ്രസാദിക്കുന്നത്
യേശുവിൽ അവൻ വിശ്വസിക്കുമ്പോഴാണ്. യേശുവിൽ വിശ്വസിക്കാത്ത ഒരാളിലും ദൈവപ്രസാദമില്ല, അവന്റെ മേൽ ദൈവക്രോധം അധിവസിക്കുന്നേയുള്ളൂ എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നത്. യേശു ദൈവത്തെ, പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്തു. ഒരുവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രസാദം ദൈവത്തിൽ എപ്പോഴും ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക, കർത്താവിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, കർത്താവിനെ അനുസരിച്ചുകൊണ്ടേയിരിക്കുക, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരുവന്റെ മേൽ ദൈവപ്രസാദമുണ്ടാകുന്നത്. അല്ലാതെ വേറൊരു വഴിയില്ല. പോൾസ് റിസോൾവ് എന്ന് നമ്മൾ പറയുന്ന ഒരു വാക്യം ഗലാത്യ ലേഖനം 1:10 അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിട്ടിരിക്കയില്ല. വളരെ സീരിയസ് ആയിട്ടൊരു വാക്യമാണ്. ഇന്ന് പല ടീച്ചേഴ്സും പല പ്രീച്ചേഴ്സും ഒക്കെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവരുടെ ഏലയ്യ കിട്ടാനും അവരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയൊക്കെയാണ് ദൈവവചനത്തെ കോട്ടി പെർവേർട്ടഡ് ഗോസ്പൽ പ്രസംഗിക്കുന്നത്. പക്ഷേ അപ്പോസ്തലൻ പറഞ്ഞ കാര്യം കണ്ടോ? ഇല്ല, എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ദാസനായിട്ട് തുടരാൻ യോഗ്യതയില്ല. കണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കുക എങ്ങനെ? ദൈവവചനത്തിലൂടെ മാത്രം, കർത്താവിനെ വിശ്വസിക്കുന്നതിലൂടെ മാത്രം, അവൻ്റെ വചനം, അവൻ്റെ കൽപ്പനകൾ, അവൻ ഗ്രഹിപ്പിച്ചു തന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതിലൂടെ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പൗലോസിൻ്റെ പ്രസംഗം നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നിങ്ങൾ ഓർക്കുന്നല്ലോ, ഞാൻ വ്യാഖ്യാനിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. കണ്ടോ? ശുശ്രൂഷയിൽ ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എത്ര നാം എല്ലാം മാതൃകയാക്കേണ്ട ഒരു സെന്റൻസ് ആണത്. ഹൃദയത്തെ കാണുന്ന, ഇൻറ്റൻഷനെ കാണുന്ന, മോട്ടീവ് കാണുന്ന, പർപ്പസ് കാണുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മാത്രം ശുശ്രൂഷിക്കുക. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 8-9 വാക്യത്തിനകത്ത് അപ്പോസ്തലൻ തൻ്റെ ജീവിത ലക്ഷ്യം പറയുന്ന ഒരു വാക്യമുണ്ട്. ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ജീവിതത്തിൻ്റെ ഈ വഴിയുടെ അവസാനം എവിടാണെന്നും എന്താകുമെന്നും കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് പറയുകയാണ്, ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഡെയിലി വോക്ക്. ദൈവം നമ്മുടെ ഹൃദയനില കാണുന്നു. തിരുവെഴുത്തുകളും പ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ, നമ്മുടെ മോട്ടീവും പർപ്പസും ദൈവവചനപ്രകാരം ശരിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവപ്രസാദം ഉണ്ടായിരിക്കും. ശുശ്രൂഷകനെ പറ്റി പറയുന്നൊരു വാക്യമുണ്ട്. തിമോത്തിയോസിനോടാണ് അപ്പോസ്തലൻ പറയുന്നത്, പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ കുടുങ്ങിപ്പോകുന്നില്ല. അവൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നുള്ളത് പടയിൽ വേലയ്ക്കായി, ജോലിക്കായി, അധ്വാനത്തിനായി, യുദ്ധത്തിനായി എന്നെ വിളിച്ച എൻ്റെ യജമാനൻ പറയുന്നത് ഒബേ ചെയ്യുക എന്നത് മാത്രമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്ന നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമുണ്ട്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അവൻ്റെ മഹത്വത്തിനായിട്ട്. അത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതിൻ്റെ മറ്റൊരു വേർഷനായിട്ട് എടുത്താൽ, എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായിട്ട്, അവൻ്റെ പ്രസാദത്തിനായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, ഈ ദൈവത്തെ ഡിസ്പ്ലീസ് ചെയ്ത നിരവധി സംഭവങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കൊരിന്ത്യ ലേഖനം 10-ാമത്തെ അധ്യായം, നമ്മൾ 1 Corinthians chapter 10 എങ്കിലും അവരിൽ മിക്ക പേരിലും
ദൈവം പ്രസാദിച്ചില്ല. അതിന്റെ 1 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 5 വാക്യം, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തില് അത് ദൈവപ്രസാദം ലഭിക്കാതെ പോയ ഒരു ജാതിയുടെ സ്റ്റോറിയാണ്. ദൈവം പ്രത്യേകാൽ തെരഞ്ഞെടുത്ത എല്ലാ പദവികളും നൽകിയ ഒരു ജാതിയുടെ ഒരു ശ്രേഷ്ഠ ജാതിയുടെ പരാജയത്തെ കാണിക്കുന്ന ഒരധ്യായമാണല്ലോ കൊരിന്ത്യർക്ക് എഴുതിയ ആ 1 ലേഖനം 10 അധ്യായം. ഒരുവന് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ഓർമ്മയിലിരിക്കാൻ, ഒരു വ്യക്തിയെ പ്രസാദിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ അറിയണം. അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടമെന്നും അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടമില്ലാത്തതെന്നും അറിയാതെ ഒരാൾക്കും ആരെയും പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ ദൈവവചനം വായിക്കുന്ന ദൈവമക്കൾക്ക് നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെരി ക്ലിയർ ആയിട്ട് അറിയാം. വായിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുക, അപ്പോഴാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. ഇനിയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ മേലെങ്കിൽ അറിയാൻ, അത് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു മാർഗം പറഞ്ഞു തരാം. വേദപുസ്തകം വായിച്ചാൽ മതി, ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. അതിനകത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നോട്ട് ചെയ്താൽ മതി. അത് നമ്മൾ ഒബേ ചെയ്യുമ്പോൾ, അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ ദൈവഹൃദയത്തിന് നമ്മുടെ ചെറിയ ജീവിതം പ്രസാദമാണ്. എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, ഞാൻ എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ചാണ് ജീവിക്കുന്നത് എന്ന് എത്ര പേർക്ക് പറയാനായിട്ട് പറ്റും? ഇവിടെ ഈ തെസ്സലോനിക്ക സഭയുടെ ഒരു ക്വാളിറ്റി വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട്. എങ്ങനെ വായിക്കുന്നത്? നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ അവരെ ഇപ്പോൾ പ്രസാദിപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, അതിലധികമായി വർദ്ധിച്ചു വരണം, അധികമായി വർദ്ധിച്ചു വരണം. ഒരാളെ പ്രസാദിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈക്കും ഡിസ്ലൈക്കും നമ്മൾ അറിയണം. ഡിസ്ലൈക്ക് നമ്മൾ ചെയ്യരുത്, ലൈക്ക് നമ്മൾ ചെയ്യണം. പടചേർത്തവനെ നമ്മൾ പ്രസാദിപ്പിക്കണം. ആ ദൈവത്തിൻ്റെ ഹൃദയനില തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കി നമ്മൾ അവന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് ഈ വേദഭാഗത്തിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ അതിനെപ്പറ്റി ഞാൻ അല്പം വിശദമാക്കാം. എങ്ങനെയാണ് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കണം, എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം? കാരണം ദൈവപ്രസാദം ലഭിക്കാനായിട്ട് വിശുദ്ധ ജീവിതം നയിച്ചേ പറ്റുള്ളൂ. എങ്ങനെയാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്? അവൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ മാത്രമാണ്. നിങ്ങൾ 2 വാക്യം കണ്ടോ? ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അതായത് ഇത് സഭ തന്ന കൽപ്പനയല്ല, മനുഷ്യൻ തന്ന കൽപ്പനയല്ല, ഒരു ഹയറാർക്കിക്കൽ അതോറിറ്റി കൽപ്പിച്ച് നൽകിയതല്ല. കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാണ് കൽപ്പന. നേരിട്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതാണ്. ഇത് ഇൻസ്പയർഡ് സ്ക്രിപ്ചറാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്ന ബോധ്യം തിരുവെടുത്ത് വായിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കണം. ഈ കൽപ്പനകൾ പോൾ അന്ന് തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നൊരു പ്രയോഗം 2 വാക്യത്തിനകത്ത് കാണുന്നത്. നോക്കൂ, ഇവിടെ ഈ 3 വാക്യം കൂടെ വായിക്കുമ്പം നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല. ആ 2 വാക്യങ്ങൾ, ആ 2 വാക്യത്തിൻ്റെ 2 ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ കോണ്ടെക്സ്റ്റ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഇമ്മോറാലിറ്റിയിലേക്ക്, വ്യഭിചാരം, അങ്ങനെയുള്ള പാപങ്ങളിലേക്ക്, ഫോർണിക്കേഷനിലേക്ക്, അഡൽട്ടറിയിലേക്ക് പോകാതിരിക്കണം. സാത്താൻ തകർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല 4 അധ്യായത്തിനകത്ത് ഒരു മറയും കൂടാതെ അപ്പോസ്തലൻ പറയുകയാണ്. ഇത് വാസ്തവത്തിൽ നമ്മുടെ ഇടയിലെയും മൂപ്പന്മാർ ശക്തമായിട്ട് ദൈവസഭയെ വാൺ ചെയ്യേണ്ട മേഖലയാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി എല്ലാവർക്കും വായിച്ചാൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന പാപമെന്നും എങ്ങനെയാണ് നമ്മളതിനെ വിട്ടൊഴിയേണ്ടതെന്നും ദൈവം എങ്ങനെയാണ് ഒരുവരിൽ പ്രസാദിക്കേണ്ടതിന് ജീവിക്കേണ്ടതെന്നും വെരി ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നോ? നോക്കിക്കേ,
ദുർനടപ്പും വ്യഭിചാരവും ആഭിചാരവും ഫോർണിക്കേഷനും ഇതെല്ലാം ദൈവകൽപ്പന ലംഘനമാണ്. മനസ്സിലും ശരീരത്തിലും വേർപാട് പാലിക്കണം എന്നതാണ് ആ വാക്യത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ കൽപ്പന സഭ തന്നതല്ല, ഈ കൽപ്പന ഏതെങ്കിലും ഹയറാർക്കിയൽ അതോറിറ്റി തന്നതല്ല, യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് എന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമോ, ഞാൻ പറഞ്ഞില്ലേ, റാൻഡമായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. എന്താ ദൈവഹിതം? നമ്മൾ ഈ ദൈവഹിതം അറിയാനായിട്ട് പല ആളുകളെ അന്വേഷിച്ച് പോകാറുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ദൈവഹിതം അറിയാമെന്നതാണ് തിരുവെഴുത്തിൻ്റെ പ്രമാണം. അതിന് നമുക്ക് സമയമില്ല. നമ്മൾ ഈ ഔട്ട്സോഴ്സിങ്ങിനെ കാര്യം ഏൽപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും 10 പൈസ കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കുമെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയിൽ കയറിപ്പറ്റിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ദൈവഹിതം അറിയാനായിട്ട് തിരുവെഴുത്ത് നോക്കുക. ഇത് കണ്ടോ, ദൈവത്തിൻ്റെ ഇഷ്ടമോ, അതായത് നമ്മെ പറ്റിയുള്ള ഒന്നാമത്തെ ദൈവഹിതം നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആത്മനിറവുള്ളവരായിട്ട് ജീവിക്കണം എന്നതാണ് ദൈവഹിതം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കഷ്ടത ദൈവഹിതമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സാക്രിഫിഷ്യൽ ലൈഫ് ദൈവഹിതമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സബ്മിഷൻ ദൈവഹിതം ആണ് എന്ന് നമ്മൾ പീറ്ററിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ സാൽവേഷൻ ദൈവഹിതമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ സഫറിങ്ങും സബ്മിഷനും സാൽവേഷനും ഇതെല്ലാം എല്ലാ ദൈവമക്കളെ പറ്റിയുള്ള ദൈവഹിതമാണ് എന്ന് തിരുവെഴുത്തിനകത്ത് വ്യക്തമായി വായിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ കർത്താവ് എനിക്ക് കൃപ നൽകുന്നെങ്കിൽ ഞാനൊരു അല്പകാര്യം ആ ദൈവഹിതത്തെ സംബന്ധിച്ച് പറയണം എന്ന് എൻ്റെ മനസ്സിൽ താല്പര്യമുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഞാൻ പറയാം. പക്ഷേ ഇവിടുത്തെ കാര്യം കണ്ടോ, പ്രത്യേകം ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. വിശുദ്ധീകരണത്തിൽ ജീവിക്കുന്നതാണ് ദൈവഹിതം. എങ്ങനെയാ വിശുദ്ധീകരണത്തിൽ ജീവിക്കുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ് നാം വിശുദ്ധീകരണത്തിൽ ജീവിക്കുന്നത് എന്ന് 2ഉം 3ഉം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. നോക്കൂ, 4-ാമത്തെ വാക്യം, ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമ്യവികാരത്തിലല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും വെരി ക്ലിയർ ആണ്. ജാതികൾ എന്തുകൊണ്ടാണ് ദൈവത്തെ അറിയാത്ത ആളുകൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പാപങ്ങളിൽ മുഴുകി ജീവിച്ചിട്ടും അവർക്ക് അതിനെപ്പറ്റി യാതൊരു വിധമായ പാപബോധവും ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം ആ വാക്യത്തിനകത്തുണ്ട്. ദൈവത്തെ അവർക്കറിയില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കള്ളുകൂടിയൻ കള്ളുമൊക്കെ കുടിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ മരുവാനെയൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് ഒരുവൻ എന്തുകൊണ്ടാണ് റോഡിൽ ആ നിലയിലൊക്കെ നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നത്, മറ്റുള്ളവരെ അസഭ്യം പറയുകയൊക്കെ ചെയ്യുന്നത്, മറ്റുള്ളവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്? അതിന് പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് അത് പാവമാണെന്നറിയില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം കാണുന്നൊരു ദൈവം ഉണ്ടെന്നറിയില്ല. ദൈവത്തെ അവൻ അറിയില്ലാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ജീവിക്കാത്തത്? നമുക്ക് ഒരു ദൈവത്തെ അറിയാം. ആ ദൈവം ജീവിക്കുന്നവനാണെന്നറിയാം. ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അനുസരണം മാത്രമേ ഉള്ളൂ തിരുവെഴുത്തിനകത്തെ വഴി എന്നും നമുക്കറിയാം. 4-ാമത്തെ വാക്യം കണ്ടോ, ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ ഈ പറയുന്ന പാപങ്ങളിൽ വീഴരുത് എന്ന് ദൈവത്തിൻ്റെ കർത്താവായ യേശുവിൻ്റെ കൽപ്പനയുണ്ട്. അപ്പോസ്തോലിക് കമാൻഡായിട്ട് അത് നമുക്ക് എഴുതി നൽകിയിരിക്കുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കൽപ്പന. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. അതിനകത്തൊക്കെ നിരവധി കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കുറച്ച് പൊങ്ങച്ചം പറയുകയെന്ന് വിചാരിക്കരുത്. ഒത്തിരി സമയം ആ പദങ്ങളൊക്കെ എടുത്ത് വ്യാഖ്യാനിച്ച് ദൈവത്തെ സംബന്ധിച്ചൊക്കെ അതൊക്കെ എനിക്ക് വളരെ വിശദീകരിക്കാനായിട്ട് കഴിയും. ദൈവേഷ്ടം വളരെ വിശദീകരിക്കാനായിട്ട് കഴിയും. പക്ഷേ അതിലേക്കൊന്നും പോകാതെ ആ കോർ പോയിന്റ്, ഇങ്ങനെ നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരുന്നത്. 5-ാമത്തെ വാക്യം എന്നിട്ട് പറയുകയാണ്, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അവിടെ
ഈ താന്താന്റെ പാത്രം എന്ന് പറയുന്നത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഈ ദൈവത്തെ വിശുദ്ധീകരണത്തിൽ ജീവിക്കാൻ എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധീകരണത്തിൽ ജീവിക്കണം? ഒന്നാമത്തെ കാര്യം ദൈവപ്രസാദം ലഭിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ ദൈവപ്രസാദം ലഭിക്കുന്നത്? അനുസരണത്തിലൂടെ മാത്രമാണ്. എന്തുകൊണ്ടാണ് ജാതികൾ അങ്ങനെ ജീവിക്കുന്നത്? അവർക്ക് ദൈവത്തെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിക്കാൻ പാടില്ലാത്തത്? നമുക്ക് ദൈവത്തെ അറിയാവുന്നത് കൊണ്ടാണ്. ദൈവത്തെ അറിയുന്ന ജനം എന്ന് ഇസ്രായേലിനെ പറ്റി വായിക്കുന്നുണ്ട്. ദൈവത്തെ അറിയുന്ന ജനം, പരിജ്ഞാനം ഇല്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന് വായിക്കുന്നുണ്ട്. നോയിങ് ഗോഡ്, ഡെയിലി ലൈഫിൽ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുക, ജാതികളെ പോലെ ജീവിക്കരുത്. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ജാതികളെ പോലെ അരുത്, നാം ദൈവമക്കളാണ്. 5-ാമത്തെ വാക്യത്തിൽ താന്താന്റെ പാത്രത്തെ, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഒരു പാത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വെടിപ്പുള്ളതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം എന്നാണ്. നമ്മൾ 2 തിമോത്തി 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ അർത്ഥം അവിടെ ലഭ്യമാണ്. ഏതൊരു പാത്രം എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് ശരീരം, ഓരോരുത്തൻ താന്താന്റെ ശരീരത്തെ, ഇങ്ങനെ വായിച്ച വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ ശരീരത്തെ നേടിക്കൊള്ളട്ടെ എന്ന് വായിച്ചാൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ഇത് വാസ്തവത്തിൽ സ്പൗസിനെ പറ്റി പറയുന്ന, ലൈഫ് പാർട്ണറെ പറ്റി പറയുന്ന ഒരു വാക്യമല്ല. ആ കോണ്ടെക്സ്റ്റിലല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ഈ വ്യഭിചാരത്തെ പറ്റിയും ഫോർണിക്കേഷനെ പറ്റിയും ഒക്കെയാണല്ലോ മുകളിൽ പറഞ്ഞു വരുന്നത്. എന്നിട്ട് നാം നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്നത് പറയാനായിട്ടാണ് 5-ാമത്തെ വാക്യം വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് 5-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ വായിക്കുന്നത്. ആ വാക്യത്തിന്റെ അർത്ഥം താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ കൺട്രോൾ യുവർ ബോഡി എന്നാണ്. എങ്ങനെ? വിശുദ്ധീകരണത്തിലും മാനത്തിലും കൺട്രോൾ യുവർ ബോഡി. ഈ പാത്രം എന്നത് നമ്മൾ 2 കൊരിന്ത്യർ 4:7 ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ, ശരീരത്തോട് പാത്രത്തെ സാദൃശ്യപ്പെടുത്തി പറയുന്ന വാക്യങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. 2 കൊരിന്ത്യർ 4:7 ഈ നിക്ഷേപം മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. ഗോസ്പലിനെ പറ്റിയാണ് ആ വാക്യം കേട്ടോ. അത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വാക്യമാണ്. ഇപ്പോൾ എൻ്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. 2 തിമോത്തിയോസ് 2:21 മാനപാത്രവും ഹീനപാത്രവും ഉണ്ട്, നാം എല്ലാം ആ അർത്ഥത്തിൽ മാനപാത്രവും ഹീനപാത്രവും എന്ന് നമ്മൾ 2 തിമോത്തിയോസ് 2:21 വായിക്കുന്നുണ്ട്. 1 പത്രോസ് 3:7 സ്ത്രീജനം ബലഹീനപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പദം പറയാൻ കാര്യം മനുഷ്യ ശരീരത്തെ വിശദീകരിക്കാനായിട്ടാണ് ആ ഒരു മെറ്റഫർ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ അർത്ഥത്തിൽ തന്നെയാണ് 1 തെസ്സലോനി 4-ാം അധ്യായം 5-ാം വാക്യത്തിനകത്ത് താന്താന്റെ പാത്രത്തെ നേടുക എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണത്തിൽ യാതൊരു വിധമായ പാപത്തിലേക്കും പോകാതെ സ്വന്തം ശരീരത്തെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് 5-ാം വാക്യത്തിന്റെ അർത്ഥം. 5-ാം വാക്യത്തിന്റെ അർത്ഥം ഇവിടെ നമ്മൾ ഈ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു പാപമാണ് അഡൾട്ടറി എന്ന് 1 കൊരിന്ത്യർ 6:18 മുതൽ 20 വരെ വായിക്കുന്നുണ്ട്. സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന പാപമാണ് അഡൾട്ടറി, വ്യഭിചാരം ചെയ്യുന്നത് എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതായത് വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടുക എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ പാപം ചെയ്ത് നശിപ്പിക്കരുത് എന്നാണ് ആ വാക്യത്തിന്റെ മറ്റൊരർത്ഥം. മനസ്സിലായോ? കൺട്രോൾ യുവർ ബോഡി, സാൻറ്റിഫൈ യുവർ ബോഡി, സെറ്റപ്പാർട്ട്, മനസ്സിലും ശരീരത്തിലും വിശുദ്ധി സൂക്ഷിച്ച് നമ്മളെ തന്നെ സെറ്റപ്പാർട്ടാക്കുക എന്നാണ് 5-ാം വാക്യത്തിന്റെ അർത്ഥം. ഒരല്പം വിശദീകരണം 5-ാം വാക്യത്തെ പറ്റി പറയാം. 6 മുതൽ ഞാൻ അടുത്ത ആഴ്ചയിൽ പറയാമെന്ന് വിചാരിക്കുന്ന കാര്യം 6, 7, 8 അല്പം കാര്യം അവിടെ പറയാനായിട്ടുണ്ട്. ഇവിടെ ശരീരത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാവ് കൊണ്ട് നമ്മൾ കുരുള പറയുമായിരുന്നു, കണ്ണ് സാത്താന്റെ ആയുധമായിരുന്നു, കൈ പിശാചിന്റെ അവയവമായിരുന്നു. അങ്ങനെ റോമാലേഖനം 3-ാം അധ്യായത്തിനകത്ത് നാവ്, വായ, അധരം
വാക്ക്, ഇങ്ങനെ പല കാര്യങ്ങൾ പാപത്തിന്റെ ദാസ്യത്വത്തിന്റെ കീഴിലായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കപ്പെട്ടവ ഒരുവൻ രക്ഷയിലേക്ക് വന്ന് ദൈവത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ആ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായിട്ട് തീരണം, സമർപ്പിക്കണം എന്ന് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ റോമലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീതിയുടെ ആയുധങ്ങളാക്കണം. 6-19 മുതൽ 20-21 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കാണുന്നുണ്ട്. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തെ കൺട്രോൾ ചെയ്യുക. എന്തുകൊണ്ടാണ് ശരീരത്തെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ആരംഭത്തിൽ വായിച്ചായിരുന്നല്ലോ, ദൈവത്തെ ഡിസ്പ്ലീസ് ചെയ്ത ഒരു ഗ്രൂപ്പിന്റെ ചരിത്രമാണ്, ഒരു ജനതയുടെ ചരിത്രമാണ് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം ആരംഭവാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. അതിനകത്ത് ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചിരുന്നു. അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. കാരണം അത് നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ അതിനകത്തൂടെ പ്രബോധിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആ 10-ാം അധ്യായത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 10-ാം അധ്യായം ഇംഗ്ലീഷിൽ തുടങ്ങുന്ന ഫോർ ഒരു കണക്ഷനാണ്, ഒരു കൺജങ്ക്ടർ ആണ്, ഒരു കണക്ഷൻ വെച്ച് തുടങ്ങുകയാണ്. അതിൻ്റെ 9-ന്റെ അവസാന വാക്യം നിങ്ങൾ കണ്ടോ? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടത് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. എന്നിട്ട് ഇസ്രയേലിന്റെ ചരിത്രം പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇസ്രയേലിൽ ആ ജനത്തിൻ്റെ നടുവിൽ ദൈവപ്രസാദമില്ലാതെ പോയതിൻ്റെ കാരണം അവരെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കിയില്ല. അവരുടെ ആയുധങ്ങളെ, അവരുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി കർത്താവിന് സമർപ്പിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയാണ് 10-ാം അധ്യായത്തിൽ ഫോർ എന്ന വാക്ക് ചേർത്ത് അതിനെ, ആ ഒരു സംഭവത്തെ അപ്പോസ്തലൻ തൻ്റെ അനുഭവമായിട്ട്, തൻ്റെ ജീവിതത്തിലെ ഒരു പ്രാക്ടിക്കൽ ലെസൺ പറഞ്ഞിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ഭാഗം നമുക്ക് ശ്രദ്ധയോടെ ജീവിക്കേണ്ടതിന് അവിടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് 10-ാം അധ്യായത്തിൽ ആ കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം കർത്താവിൻ്റെ മന്ദിരമാണ്. നാം ആലയം കൊണ്ട് നടക്കുന്നവരാണ്. നമ്മൾ കോപപാത്രങ്ങളായിരുന്നു, എന്നാൽ നമ്മളിപ്പോൾ കരുണാപാത്രങ്ങളായി. നമ്മളോട് മനസ്സലിവ് കാണിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. അതാണ് ആരാധന. ആരാധന പാട്ട് പാടുന്നതോ ശബ്ദത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതോ ചെയ്യുന്നതോ അല്ല. ശരീരം കർത്താവിൻ്റെ യാഗപീഠത്തിങ്കൽ വിശുദ്ധമായി ജീവിക്കാൻ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് വേദപുസ്തകം പറയുന്ന ആരാധന. അത് ഇൻഡിവിജ്വലാണ്, അത് കളക്റ്റീവ് അല്ല. അങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിനാണ്. വർഷിപ്പ് എന്നുള്ളത് ദൈവപ്രസാദം ലഭിക്കാൻ വേണ്ടിയാണ്. അതിന് ബുദ്ധിയുള്ള ആരാധന, അതാണ് ശരീരത്തെ സമർപ്പിക്കുന്നത്. ബുദ്ധികെട്ട ആരാധനയാണ് ഇന്നത്തെ പല ആളുകളും കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടികൾ. തിരുവെഴുത്തിനകത്ത് അതിന് യാതൊരു ഡെഫിനിഷനും പറയാനായിട്ട് ഞാൻ ഇന്നേ നാൾ വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് ആന്റി ക്രിസ്ത്യനാണ്, ആന്റി ബിബ്ലിക്കലാണ്. ദൈവവചനത്തിൽ ആ നിലയിലുള്ള പ്രഹസനങ്ങൾക്ക് യാതൊരു കാര്യവും ദൈവവചനത്തിൽ അടിസ്ഥാനമില്ല എന്ന് ഞാൻ പൊതുവെ അത്രയും മാത്രം പറഞ്ഞ തൽക്കാലം ഞാനത് വിടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വാക്യം വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. എങ്ങനെ? യാഗമായി സമർപ്പിക്കുമ്പോൾ, അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുമ്പോൾ, ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുമ്പോൾ, സ്വന്തം ശരീരത്തിൽ പാപം ചെയ്യാതിരിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ പോൾ പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അതുകൊണ്ടാണ് അംഗം പ്രത്യംഗമായ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി എന്ന് ഭക്തന്മാർ പാടിയത്. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഈ വാക്യത്തിന്റെ ഒരു വിശദീകരണമായിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടൂടെയാണത്. വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനിയും എങ്ങനെ വിശദീകരണത്തിലും മാനത്തിലും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത്, നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നത്, നമ്മുടെ കയ്യെ സൂക്ഷിക്കുന്നത്, നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കുന്നത് എല്ലാം ദൈവോധന പ്രകാരമായിരിക്കണം. നാവ് ദൈവപ്രസാദകരമായി സംസാരിക്കണം, കണ്ണ് ദൈവഹിതമായത് നോക്കണം, വാള്
നാവ് മൂർച്ചയുള്ള വാൾ, നമ്മൾ ആ നാവിനെ പറ്റി പല പല മെറ്റഫർ, പല എക്സ്പ്ലനേഷൻ വായിക്കുന്നല്ലോ. അതുകൊണ്ട് പണ്ട് നാവ് കൊണ്ട് അനേകരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത് പറ്റുകയില്ല. ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിച്ചാൽ നീതിമാന്റെ നാവിനെ പറ്റി വായിക്കുന്നൊരു വാക്ക് സദൃശവാക്യം 12:18 ജ്ഞാനികളുടെ നാവ് സുഖപ്രദം എന്നൊരു വാക്യമുണ്ട്. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ മനോഹരമാണ്. ദ ടങ്സ് ഓഫ് ദ വൈസ് ബ്രിങ്സ് ഹീലിംഗ്. എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. പണ്ട് എൻ്റെ നാവ് അനേകരെ മുറിച്ചു കളയാനായിട്ടാണ് ഉപയോഗിച്ചത്, അനേകർക്ക് രോഗം വരുത്താനായിട്ടാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. രാവും പകലുമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകണം ദൈവപ്രസാദം ലഭിക്കാൻ. പാത്രം വിശുദ്ധമായിരിക്കണം ദൈവപ്രസാദം ലഭിക്കാൻ. ഒരാഴ്ച എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. സൺഡേ ഭയങ്കര പരിപാടി നടത്തിയാൽ അതാണ് ആരാധന, അതിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നാരും ചിന്തിക്കരുത്. ജീവിതം മുഴുവൻ ഈ വാക്യം പോലെ താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. വിശുദ്ധീകരണത്തിലും മാനത്തിലും ദൈവത്തിന് സെറ്റപ്പാട്ടായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് ഹോളിയായിട്ട് ജീവിക്കുമ്പോഴാണ് താന്താന്റെ പാത്രത്തെ ദൈവത്തിന് പ്രസാദകരമാകും വണ്ണം നേടാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിന് അല്പം കൂടെ വിശദീകരണം അടുത്ത ആഴ്ച തരാം. സിമ്പിളായ, വളരെ പ്രാക്ടിക്കലായ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും വിശദീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്നത് കർത്താവായ യേശുവിൻ്റെ കൽപ്പനയാണ്, ദൈവവചനത്തിൻ്റെ ഉപദേശമാണ്, അപ്പോസ്റ്റോലിക് കമാൻഡാണ്. വെരി സീരിയസ് ആയിട്ട് നമ്മൾ അതിനെ എടുക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചന ഹോളിനെസ്സിന് ഇത്രയും പ്രാധാന്യത കൊടുത്ത് പറയാനായിട്ടുള്ള കാര്യം? ഞാൻ ഈ വാക്യങ്ങളിൽ നിന്ന് ഈ 12 വാക്യങ്ങളിൽ നിന്ന് ഒരു 4 കാര്യം പറയാം. എന്തുകൊണ്ടാണ് ഹോളിനെസ്സിന് ഇത്രയും പ്രാധാന്യത കൊടുക്കുന്നത്? അടുത്ത ആഴ്ച ദൈവവചനത്തെ വിശദീകരിക്കുകയും ചെയ്യാം. കാരണം നമ്മൾ അതിൻ്റെ 7-ാം വാക്യത്തിനകത്ത് കണ്ടോ, അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഹോളിയാകാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഹോളിയായിട്ട് ജീവിക്കേണ്ടത്? കാര്യം ഗോഡ്സ് കോൾ ഈസ് ടു ഹോളി ലൈഫ്. വിശുദ്ധ ജീവിതം നയിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 3-ാം വാക്യത്തിനകത്ത് ഗോഡ്സ് വിൽ ഈസ് ഹോളിനെസ്. ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ഇഷ്ടം വിശുദ്ധമാണ്. വീണ്ടും 8-ാമത്തെ വാക്യത്തിനകത്ത് ഈ വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ പേര് ഹോളി സ്പിരിറ്റ് എന്നാണ്. ഗോഡ്സ് സ്പിരിറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. നേർനിലത്ത് നിന്റെ ആത്മാവ് നടത്തുമാറാകട്ടെ എന്ന് വായിക്കുന്നില്ലേ? ഗോഡ്സ് കോൾ ഈസ്, ദൈവം നമ്മളെ വിളിച്ചത് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഗോഡ്സ് കോൾ ഈസ് ടു ഹോളിനെസ്, ഗോഡ്സ് വിൽ ഈസ് ഹോളിനെസ്, ഗോഡ്സ് സ്പിരിറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്, ഗോഡ് വിൽ ജഡ്ജ് എവറി അൺഹോളിനെസ്. ഇതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വിശുദ്ധമായിട്ട് ജീവിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുന്നു. വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നമ്മൾ നേടിക്കൊണ്ടാണോ ദിവസവും ജീവിക്കുന്നത്? അതോ ജാതികളെ പോലെ കാമവികാരത്തിലും മറ്റ് ഇമ്മോറൽ ലൈഫിലും മോഹിച്ച് നമ്മുടെ പാത്രത്തെ നമ്മൾ നശിപ്പിക്കുകയാണോ? താന്താന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന പാപത്തിന് ഉടമയാണെങ്കിൽ തിരിച്ചു വരണം. ദൈവപ്രസാദകരമല്ല. വിശുദ്ധീകരണത്തിൽ ജീവിക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഗോഡ് വിൽ ജഡ്ജ് എവറി അൺഹോളിനെസ്. അതാണ് 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു, അതിന് ശിക്ഷയുണ്ട് എന്ന് നമ്മൾ 8-ാം വാക്യത്തിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തെസ്സലോനിക്ക സഭ ദൈവപ്രസാദകരം ആയ ഒരു ജീവിതമാണ് നയിച്ചത്. ഇനിയും എക്സൽ, സ്റ്റിൽ മോർ. നിങ്ങൾ എങ്ങും എത്തിയിട്ടില്ല, ഇനി അധികം വളരേണ്ടതായിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. നമ്മളോട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത് മനുഷ്യന്റെ കൽപ്പനയല്ല, സഭയുടെ കൽപ്പനയല്ല, ഒരു ഹയറാർക്കി നമുക്ക് എഴുതി നൽകിയതല്ല. യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. നമ്മളെപ്പറ്റിയുള്ള ദൈവഹിതം വിശുദ്ധമാണ്. നമ്മളെപ്പറ്റിയുള്ള വിളി വിശുദ്ധ ജീവിതമാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് പരിശുദ്ധിയുടെ ആത്മാവാണ്. അൺഹോളിനെസ് പണീഷ് ചെയ്യപ്പെടും. അതുകൊണ്ട് താന്താന്റെ പാത്രത്തെ നേടി
വിശുദ്ധിയിൽ ജീവിച്ച് നമ്മുടെ ചെറിയ ജീവിതത്തെ യാഗമായി സമർപ്പിച്ച് നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന ബോധ്യത്തോടെ വളരെ ദൈവഭയത്തോടെ ഈ ചെറിയ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളോട് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 6 മുതലുള്ള വാക്യങ്ങൾ അടുത്ത ആഴ്ചയിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം.